ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അപ്രൻറ്റീസ്ഷിപ്പിന് വേണ്ടിയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ, അതായത് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ രണ്ടും മനസ്സിലാക്കിയിട്ട് ഇതിന് അപേക്ഷ സമർപ്പിക്കണോ അല്ലെങ്കിൽ വേണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എന്താണ്, നമുക്ക് തസ്തിക നോക്കാം. എന്താണ് അപ്രൻറ്റീസ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിലവിൽ 600 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ 13 എണ്ണാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പരിശീലന കാലാവധി, അപ്രൻറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, എന്താണ്, നമുക്കൊരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നുകൊണ്ട് നമ്മുടെ ആ ഒരു മേഖലയെ പഠിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പം നിലവിൽ കേരളത്തിൽ 13 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റൈറ്റ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ 12,300 രൂപയാണ്. അതുപോലെ പരിശീലന കാലാവധി 1 വർഷമാണ്. ഇതിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നമ്മളൊരു ബിരുദം കൈവരിക്കുക എന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്തായിരിക്കണം, ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ പ്രായപരിധി 20-നും 28-നും ഇടയിലായിരിക്കണം. അതായത് 20 തൊട്ട് 28 ഉൾപ്പെടെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. നമ്മുടെ പ്രായം കണക്കാക്കുന്നത് 30/11/2025 വെച്ചാണ് കേട്ടോ, അതോർത്ത് വെക്കുക. അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5 വർഷവും OBC നോൺ ക്രീമിലിയർ വിഭാഗക്കാർക്ക് 3 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. ഇനിയോ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവണം, സംസാരിക്കാൻ പറ്റണം, എഴുതാൻ അറിയണം, വായിക്കാനും അറിയണം. ഇത് മാൻഡറ്ററി ആണ്, അതോർത്ത് വെക്കുക. ഇനി അപേക്ഷാ ഫീസ് നമ്മുടെ UR EWS OBC കാറ്റഗറിക്ക് 150 രൂപയാണ്. അതുപോലെ SC ST-ക്കാർക്ക് 100 രൂപയാണ്. ഭിന്നശേഷിക്കാർക്ക് ഫീസുകളൊന്നും നൽകേണ്ടതില്ല. ഇത് GST കൂടാതെയുള്ള പേയ്മെൻ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓൺലൈനായിട്ട് അപേക്ഷ ആരംഭിക്കുന്നത് ജനുവരി 15 മുതലാണ്. അപ്പോൾ ഓൺലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി ജനുവരി 25-ാം തീയതി, അതോർത്ത് വെക്കുക, വരുന്ന ഞായറാഴ്ച. പിന്നെയോ ഇതിന് എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എക്സാം ഇല്ല. നമ്മുടെ +2-ൻ്റെയും അതുപോലെ നമ്മുടെ ഡിപ്ലോമയുടെ ഒക്കെ മാർക്കിനെ വിലയിരുത്തിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ പ്ലേസ് ചെയ്യുന്നത്. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോരോ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ പ്രായ മുൻഗണന അതെന്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ മാർക്കാണെങ്കിൽ അതിൽ പ്രായത്തിൽ മൂത്തവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. അതാണ് പ്രായ മുൻഗണന എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസൊക്കെ ശരിയാണോ എന്ന് ഓൺലൈൻ ഇതിൻ്റെ രേഖകളുടെ പരിശോധനയുടെ സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെയോ അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയും മറ്റ് ബാങ്ക് നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങൾക്കും വിധേയമായിരിക്കും. അതിലൂടെ ആയിരിക്കും നിയമനം നടക്കുക. പിന്നെയോ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ ബാങ്കിൻ്റെ വെബ്സൈറ്റായ bankofmaharashtra.bank.in വഴി ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അതെങ്ങനെ ചെയ്യണം, നമ്മൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് കരിയേഴ്സിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ കറണ്ട് ഓപ്പണിങ്സിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റീസ് എന്ന ലിങ്കിലൂടെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ തന്നെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേരും അതുപോലെ ഇമെയിൽ ID-യും ഫോൺ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ബാക്കി കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഒന്ന് ഫോട്ടോ. അപ്പോൾ ഫോട്ടോ എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആണ് വേണ്ടത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 KB to 50 KB ആണ് സൈസ് പറയുന്നത്. അതുപോലെ ഇതെന്താണ്, വെബ്ക്യാം വഴിയോ മൊബൈൽ വഴിയോ തത്സമയ ഫോട്ടോയോ എടുക്കേണ്ടതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ വെള്ളക്കടലാസിൽ കറുത്ത മഷി ഉപയോഗിച്ച് ഒപ്പിട്ടതായിരിക്കണം നമ്മുടെ സിഗ്നേച്ചർ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB to 20 KB. ഇനി ഇടതു കൈവിരൽ അടയാളം, നമ്മുടെ തമ്പ് ഇംപ്രഷൻ, അതിനോ കറുത്തതോ നീലയോ മഷിയിൽ വെള്ളക്കടലാസിൽ പതിപ്പിച്ചത്, അതിൻ്റെയും ഇത് വരുന്നത് 20 to 50 KB ആണ്. അതുപോലെ നമ്മൾ സത്യപ്രസ്താവന, അത് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ സത്യപ്രസ്താവന ആയിരിക്കണം വേണ്ടത്. അതിൻ്റെ സൈസ് 50 KB to 100 KB ആണ് സൈസ് പറയുന്നത്. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th
നമ്മുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അത് അല്ലെങ്കിൽ ഡിപ്ലോമ, പിന്നെയോ ബിരുദം എന്നിവയുടെ മാർക്ക് ഷീറ്റുകളും അപ്ലോഡ് ചെയ്യണം, സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യണം. അത് PDF രൂപത്തിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പരമാവധി സൈസ് എന്ന് പറയുന്നത് 500 KB ആണ്. ഇനി അപേക്ഷകർക്ക് എന്ത് വേണം? ആധാർ നിർബന്ധമാണ്. അതുപോലെ അപേക്ഷാ ഫീസ് ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാൻ, അതായത് നമുക്ക് അടയ്ക്കാൻ പാടുള്ളൂ. പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് ജനന തീയതി തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ ഒറിജിനൽ ഹാജരാക്കേണ്ടി വരും. ഇനി നമുക്ക് എന്തെങ്കിലും ഈ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ HRMMIS@മഹാബാങ്ക് മഹാരാഷ്ട്രയുടെ ഷോർട്ടാക്കി mahabank.co.in എന്നതിൽ നമുക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിനവർ റിപ്ലൈ ചെയ്ത് തരും എങ്ങനെയാണെന്ന്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് എന്ത് ചെയ്യുക? സംശയ നിവാരണം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒന്ന്, നമ്മൾ ഇപ്പം ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ നമ്മൾ പഠിക്കുക. അതായത് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. അപ്പോൾ ബാങ്കിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അതുപോലെ ലോൺ സെക്ഷനെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും. മറ്റ് ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റി നമ്മൾ നല്ല അവെയർ ആയിരിക്കും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നാഷണലൈസ്ഡ് ബാങ്കുകൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ, ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസർ ആണെങ്കിലും ക്ലറിക്കൽ കാഡറിലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു പ്രിഫറൻസ് ലഭിക്കും, നമുക്കൊരു വെയിറ്റേജ് മാർക്ക് ലഭിക്കും എന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു ജോലിയാണോ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു ജോലി നമുക്ക് സ്ഥിരതയില്ല. നമ്മളൊരു ടെമ്പററി വേജസ് പോലെ ആയിരിക്കും നമ്മളിത് വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ എന്നിരുന്നാൽ പോലും പഠിച്ചിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ്, നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കോ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ നോൺ ബാങ്കിങ്, അതായത് മറ്റ് ഫിനാൻസ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാൻ നമുക്കിതൊരു വെയിറ്റേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ജോലി ലഭിക്കാനും ഒരു സാധ്യതയുള്ളതാണ് ഈ ഒരു അപ്രൻറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം ബാങ്കിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന, ബാങ്കിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ബാങ്കിങ്ങിൻ്റെ എല്ലാ സെക്ഷനെ പറ്റി നല്ലൊരു അവെയർ ഉണ്ടാക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, 12,300 രൂപ നിങ്ങൾക്ക് ബൈ ഹാൻഡ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മറ്റ് ബാങ്കുകളുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് നമുക്കൊരു വെയിറ്റേജ് ആയിട്ട് അവർ കണക്കാക്കും. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു അവസരമാണ്. അല്ല എന്താണ്, ഒരു ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു അതായത് പെർമനൻറ്റ് ജോലിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? SSCയോ PSCയോ അല്ലെങ്കിൽ UPSCയോ ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് ഫോം വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിലൂടെ ചോദിച്ചാൽ മതി. നമ്മുടെ മെൻറ്റർ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക.